ചിന്തയ്ക്കായി ആധാരമാക്കി വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമുക്കെടുക്കാം. 12-ാം അധ്യായം 5-ാമത്തെ വേദഭാഗം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ വേദം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് പോകും. എല്ലാവരും ദൈവകരങ്ങളിലേക്ക് സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കട്ടെ. വീണ്ടും കഴിഞ്ഞ പകൽ സ്തോത്രം ഏതാണ്ട് 6 സെക്ഷനുകളായി 6 മെസ്സേജുകളായി 2 സെക്ഷനുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടിരുന്നു. പ്രൈസലോ. അല്പം മുമ്പേ കർത്താവിന്റെ ദാസൻ, എൻ്റെ സഹോദരൻ, പ്രൈസലോ, എൻ്റെ അനുജൻ എന്ന് വിശേഷിപ്പിക്കുന്ന നിലയിലുള്ള ബന്ധമുണ്ട്. അദ്ദേഹം ശുശ്രൂഷിപ്പാനിടയായി. കർത്താവ് തന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എല്ലാവരും മൗനമാവരുത്, ശാന്തമാവരുത്, ഏകാഗ്രത വിട്ടുകളയരുത്, കണ്ണു തുറന്ന് മറ്റൊന്നും വീക്ഷിക്കരുത്. ഇന്ന് നമുക്ക് ദൈവത്തോട് മാത്രം ഒരു ബന്ധം, ദൈവത്തോട് മാത്രം ഒരു ബന്ധം. ഹല്ലേലൂയ. അല്പസമയം ദൈവത്തോട് മാത്രം ഒരു ബന്ധം സ്ഥാപിച്ചാട്ടെ. ശബനാഥകൽക്കമനാദി ഘടകശസി അന്ധനി ഘടകം ഘടകൽ കൗഡമാനകശസി അന്ധനാരകൾ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ദൈവത്തോട് ഇന്ന് രാത്രി ഒന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും, ഓ ജീസസ്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രി ആലയത്തിൽ നിറഞ്ഞതിനായി സ്തോത്രം. ഞങ്ങളുടെ ജഡത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ശബ്ദങ്ങളിലൂടെ അങ്ങ് തന്റെ വചനത്തെ വിളിച്ചു പറയുന്നതിനായി സ്തോത്രം. എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരനെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോക പരിശുദ്ധൻ മഹോന്നത ദേവൻ. എല്ലാവരും പരനെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനാം മശിഹ. ഹല്ലേലൂയ, 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 കോടിതൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരുന്നിത വിരവിൽ, തൻ പ്രിയ സുധരെ തന്നോടു ചേർക്കാൻ വേഗം കോടിതൻ ദൂതസൈന്യവുമായി തൻ പ്രിയ സുധരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മശിഹ. എല്ലാവരും ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുകയാണ്. രാവിലെ തുടങ്ങിയ കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം ഇന്ന് രാത്രി ഇവിടെ സമാപന സമയത്തിലേക്ക് ഞങ്ങൾ വരികയാണ്. ഇതുവരെ ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസന്മാരെ ഉപയോഗിച്ച് ഞങ്ങളുടെ ദൈവം ഇന്ന് രാത്രി അടിയനെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഐക്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹം എന്തെന്നറിയാത്ത മനുഷ്യർ കൂട്ടം കൂടി സഞ്ചരിക്കുന്ന ഈ പ്രത്യേക ലോകം, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു പോയ കൈമോശം വന്ന ഐക്യതയുടെ കൂട്ടായ്മ, ഒന്നിച്ച് ആരാധിക്കുന്നവരും ഒന്നിച്ച് പാനം ചെയ്യുന്നവരും ഒന്നിച്ച് അപ്പം വിഭാഗിച്ച് കഴിക്കുന്നവരും കൊടുക്കുന്നവരും വാങ്ങിഭക്ഷിക്കുന്നവരും ഈ കാലഘട്ടത്തിൽ കൂട്ടായ്മ ബന്ധമില്ലാതെ കരുതലില്ലാതെ പോകുന്ന ഈ കാലയളവിൽ സ്തോത്രം, ദൈവമക്കൾക്ക് വേണ്ടത് ഐക്യതയാണെന്നും കൂട്ടായ്മയാണെന്നും അതിലൂടെ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നും തിരുവചനത്തിൻ്റെ വഴിയാത്രകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട്, ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ, നമുക്ക് നഷ്ടപ്പെട്ട പലതിൻ്റെ ഇടയിൽ ഏറ്റവും ഉന്നതമായതാണ് കൂട്ടായ്മ ബന്ധമെന്ന് പറയുന്നത്. ഐക്യതയില്ലാത്തൊരു കാലത്തിലേക്ക് നാം ഒക്കെ മാറിക്കഴിഞ്ഞു. ആർക്കൊക്കെ ഐക്യതയില്ല? ഒരു കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്ന സഹോദരന്മാർക്ക് ഐക്യതയില്ല. സ്തോത്രം. ഒരു സഭയിൽ ഒന്നിച്ച് സ്നാനപ്പെട്ട ആത്മാഭിഷേകം പ്രാപിച്ച് ജീവിതയാത്രയിൽ ആരാധിച്ചു പോകുന്ന സഭാ കുടുംബങ്ങൾക്ക് ഐക്യതയില്ല. നാം പാർത്തുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഉള്ള ജനത്തോട് പണ്ടത്തതുപോലെ ഐക്യതയും സ്നേഹമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം ധീരതയോടെ പ്രസംഗിക്കുന്ന പാസ്റ്റേഴ്സിന്റെ കൂട്ടത്തിലും ഇല്ലാത്ത ഒന്നാണ് ഈ ഐക്യതക്കുറവെന്ന് പറയുന്നത്. ഐക്യതയില്ലാത്തത് കൊണ്ട് എന്തെല്ലാം നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിൽ പരം നഷ്ടം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. പ്രിയരേ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ദൂതിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തെന്നറിയാമോ? ഐക്യതയുടെ പ്രാർത്ഥനയുടെ മഹത്തകരമാകുന്ന വിടുതലിനെ കുറിച്ചാണ് ഇന്ന് രാത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മുൻപിൽ സമയം വളരെ പരിമിതമാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് 1, 2, 3 ആശയങ്ങൾ നിങ്ങളോട് കൈമാറിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പത്രോസ് തടവിലായ ചരിത്രം നാം കേൾക്കുകയാണ്. പത്രോസ് ആരാണ്? പത്രോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കർത്താവ് ആദ്യം വിളിച്ചിറക്കിയ മനുഷ്യനാണ്. എന്തിനാ പത്രോസ് വിളിച്ചിറക്കുന്നത്? ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കാം, ശുശ്രൂഷ തരാമെന്ന് പറഞ്ഞ് മത്സ്യബന്ധനം അവസാനിപ്പിച്ച് അപ്പന്റെ പടകിലെ വല നന്നാക്കുന്ന മനുഷ്യനെ യേശു കടൽ തീരത്ത് വെച്ച് വിളിച്ചു, എന്നെ അനുഗമിക്കുക. അവൻ എല്ലാം വിട്ടിട്ട് അപ്പനെ അനുഗമിച്ചു. ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. പ്രിയരേ, നിങ്ങൾ മറ്റുള്ള ഇതര കാര്യങ്ങൾ ഇടപെടരുത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ വിട്, അവരുടെ ഇഷ്ടം ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. അവര് വഴികൾക്ക് പോകാതെ, ചർച്ച വിട്ടു പോകാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു ആത്മാന്തരീക്ഷത്തിൽ നടക്കുന്ന ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇങ്ങനെ പത്രോസ് കർത്താവിനാൽ വിളി കേട്ടു. പത്രോസ് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി. യേശുവിന്റെ ഒത്തിരി അത്ഭുതങ്ങൾ, യേശുവിന്റെ ഒത്തിരി അടയാളങ്ങൾ, യേശുവിന്റെ ഒത്തിരി ശുശ്രൂഷകൾ, ഒത്തിരി വീരപ്രവൃത്തികൾ കണ്ട് നടന്ന മനുഷ്യനാ പത്രോസ്. എന്തിനേറെ പറയുന്നു, ബഥാനിയായി കല്ലറയ്ക്കകത്ത് കിടക്കുന്ന, ബോഡിയായി കിടക്കുന്ന 4 ദിവസം കഴിഞ്ഞ ലാസറിന്റെ മരണത്തിൽ അവനെ പിടിച്ചെറുക്കുന്നതും കണ്ടൊരു മനുഷ്യനാണിതവൻ. പിന്നത്തതിൽ യേശുവിനോടുകൂടെ സഞ്ചരിക്കുമ്പോൾ യേശുവിനോട് അവസാന അത്താഴത്തിരിക്കുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് രാത്രി കോഴി കൂവും മുമ്പേ 3 വട്ടം നീ എന്നെ തള്ളിപ്പറയും. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല. അവന്റെ മുഖത്ത് നോക്കി യേശു ഉറച്ചു പറഞ്ഞു, ഇന്ന് രാത്രി കോഴി 2 വട്ടം പോകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. കോഴി കൂവി. അവൻ അനുദപിച്ചു. അപ്പാ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞ്
പറഞ്ഞ് ആത്മതപനത്തോടെ അവൻ നിലത്ത് വീണ് കരഞ്ഞ ചരിത്രം പറയുന്നു. എന്നാൽ ആ പത്രോസിന്റെ മുഖത്ത് നോക്കി യേശു ഒരിക്കൽ പറഞ്ഞു, പത്രോസേ, നീ ഒരു പാറ കഷ്ണമാകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് അവനെ ശുശ്രൂഷയുടെ അധികാരിയാക്കി മാറ്റിയവൻ. പിന്നത്തതിൽ പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്ത് ദിവസം ഇറങ്ങി വന്നപ്പോ ഹല്ലേലൂയ ആത്മനിറവ് പ്രാപിച്ച മനുഷ്യൻ ഒറ്റ പ്രസംഗത്തിൽ, തന്റെ ഒറ്റ പ്രസംഗത്തിൽ, ആദ്യ പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേർന്ന ചരിത്രമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഇപ്പോൾ നോക്കുക, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ആമേൻ. ഇപ്പോ പത്രോസ് ശുശ്രൂഷ ആരംഭിച്ച കൂട്ടത്തിൽ അവൻ തടവറയിലേക്ക് അകപ്പെട്ടു പോയി. തടവറയിൽ അകപ്പെട്ടു പോയ പത്രോസ് ഹല്ലേലൂയ തടവറയിൽ കിടക്കുമ്പോൾ ആമേൻ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ ഐക്യതയുള്ള പ്രാർത്ഥനയാ നാമൊക്കെ ഇന്നും ഇങ്ങനെ നിൽക്കുന്നുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് എന്ത് പറ്റുന്നു? കൃപ നമ്മെ വിട്ടു മാറി ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മെ വിട്ട് അകന്നു നിൽക്കുകയാ. ഇന്ന് രാത്രി ആത്മാ നിയോഗത്താൽ ഞാൻ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാർക്ക് അവർ മുറുകെ പിടിച്ച് നമുക്ക് കൈമോശം വന്ന ഐക്യതയുടെ കൃപ ഒന്ന് ഏറ്റെടുക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവർ കരമടിച്ചു ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഐക്യതയുള്ളിടത്തെ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ, സ്നേഹമുള്ളിടത്തെ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരണമെങ്കിൽ സ്നേഹത്തിന്റെ ശക്തി നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അവ പ്രവൃത്തി ചെയ്ത മനുഷ്യൻ തടവറയില്ലായി. യോഹന്നാന്റെ സഹോദരനായി യാക്കോബിനെ അവർ കൊന്നുകളഞ്ഞു. എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചത് കൊണ്ട് അവന്റെ തലയറുത്ത് അവനെ കൊന്നുകളഞ്ഞു. ഏതാ അടുത്ത ദിവസം അവൻ പത്രോസിനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കി. പത്രോസ് മുഖാന്തരം പ്രസംഗം കേട്ട്, യേശുവിന്റെ സുവിശേഷം കേട്ട്, യേശുവിനോട് അത്ഭുതവും വിടുതലും പ്രാപിച്ച ജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ പാസ്റ്റർ ഹല്ലേലൂയ നാളെ കഴുത്തറക്കപ്പെടും, അത് അനുവദനീയമല്ല. അതിനവർ കൂട്ടം കൂടി. എപ്പോഴാ കൂട്ടം കൂടിയെന്നറിയാമോ? പകലല്ല കേട്ടോ, അർദ്ധരാത്രിക്ക്. ഒന്ന് കരമുയർത്തി ദൈവത്തെ ഹല്ലേലൂയ. നമുക്ക് കൈമോശം വന്നത് പലതും ഹല്ലേലൂയ പഴയ നിയമകാലങ്ങളിൽ ഉള്ളതാണ്. ഇന്ന് രാത്രി മടങ്ങി വരുവാൻ ഈ പവർ മീറ്റിംഗിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ആത്മനിയോഗത്താൽ പ്രിയരെ ഞാൻ ഇവിടെ വിളിച്ചു പറയുകയാണ്. എന്തിനെന്നറിയാമോ? നമ്മിനെ കാണാത്ത ദൈവത്തിന്റെ മഹത്വം ശുശ്രൂഷയിൽ വെളിപ്പെടാൻ പോകുകയാണ്. വായിച്ചാട്ടെ. എല്ലാവരുടെയും ചങ്ങല മതി. പൗലോസും ശീലാൻ തടവിലായി. വിസ്തരിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട്, സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ബന്ധത്തിൽ യാത്ര തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വഴിയാത്രയിൽ അവർ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു ജനക്കൂട്ടത്തിന് നടുവിൽ ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. ഈ പെൺകുട്ടിയെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, എന്താ നിങ്ങൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കല്ലേ? എനിക്ക് വെള്ളം വേണ്ട. ഇനിയും എന്നെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കില്ല. ഞാൻ ചുമ്മാ സാധാരണ ഉപദേശിച്ചെന്ന് പറയുന്ന ഒരു കാര്യമല്ല പറയുന്നത്. ഞാൻ ആത്മനിയോഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ച പ്രസംഗിക്കുന്നത്. അത് സഭായോഗമായിരുന്നാലും പരസ്യയോഗമായിരുന്നാലും ഏത് വേദിയായിരുന്നാലും അങ്ങനെ നിൽക്കത്തുള്ളൂ. വെറുതെ നിന്നൊന്നും പറയുന്ന സ്വഭാവമില്ല, പറയാൻ അറിയത്തില്ല. അതുകൊണ്ടാ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞത് പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പഠിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവ് പറയാത്ത ഒരു കാര്യത്തിലേക്ക് ഞാൻ പോകത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇങ്ങനെ സുവിശേഷ വേല നിമിത്തം ഹല്ലേലൂയ ഇവരെ കണ്ട് അടിമ പെൺകുട്ടി ഇവരുടെ പുറകെ വന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളെ അറിയിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ കൂടി
കൂടി അവർ പോകുന്ന സ്ഥലത്തൊക്കെ ചെന്ന് ഇവരെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മുഷിഞ്ഞ് അവർ തിരിഞ്ഞിട്ട് അവളെ ശാസിച്ചു. അവളെ ശാസിച്ചപ്പോൾ അവളിൽ വന്ന പിശാച് അവളിൽ നിന്ന് മാറിപ്പോകാനിടയായി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആമേൻ, പിശാച് ആമേൻ ഹല്ലേലൂയ ആമേൻ തന്റെ കാലും മടക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അത് നസ്രയനായ യേശുവിന്റെ മുൻപിൽ മാത്രമാണ്. യേശുവിന്റെ മുൻപിലല്ലാതെ പിശാച് ഒരിക്കലും താഴത്തില്ല, പിശാച് ഒരിക്കലും വീഴത്തില്ല, പിശാച് ഒരിക്കലും വിട്ടുപോകത്തില്ല. എത്രയെല്ലാം നാമമുണ്ടെങ്കിലും ആ ഉന്നത നാമം യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് ആ തിരുവചനം സർവ്വ മുഴങ്കാലും ഇവന്റെ മുൻപിൽ വണങ്ങും, സർവ്വ ആധാരങ്ങളും കർത്താവേ എന്ന് വിളിച്ചു പറയും. ഇതാണ് യേശുവിന്റെ നാമം. അത്ഭുതമായ ഈ നാമത്തിന്റെ ശക്തി കേട്ടപ്പോ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്ത് പൈസാരിക ശുശ്രൂഷ ചെയ്ത് ആ സഹോദരിയും അത് വിട്ടുമാറി. അവരുടെ ലാഭത്തിന്റെ ആശ നഷ്ടപ്പെട്ടു പോയ യജമാനന്മാർ വന്ന് പൗലോസിനെ ശീലാസിനെ പിടിച്ച് അവരെ ക്രൂരമായി മർദ്ദിച്ച് ചന്തസ്ഥലത്ത് കൂടി മർദ്ദിച്ച് സന്ധ്യയായപ്പോൾ അധികാരികൾ ഏൽപ്പിച്ച് അധികാരികൾ തടവിലാക്കി. തടവിലിരിക്കുന്നത് എങ്ങനെന്നറിയാമോ? കയ്യിൽ ചങ്ങലയും കാലിൽ ആമവും ഇട്ടുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരായി കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ വേദനയുണ്ട്, ക്ഷീണമുണ്ട്, രക്തത്തിന്റെ കറയുണ്ട്, രക്തത്തിന്റെ മണമുണ്ട്, മാംസത്തിന് മുറിവുകളുണ്ട്, ചതവുകളുണ്ട്. ആമത്തിൽ കിടക്കുന്ന സഹോദരന്മാർ രണ്ടുപേരും ഐക്യതയോടെ കരം കോർത്ത് പിടിച്ചിട്ട് അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഐക്യതയോടെ ദൈവത്തെ നീ ഇരിക്കുന്ന സാഹചര്യം ഏതുമായിക്കോട്ടെ, ബന്ധനങ്ങൾ ഏതുമായിക്കോട്ടെ, പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ, വെല്ലുവിളി ഏതുമായിക്കോട്ടെ, അധികാരി ആരുമായിക്കോട്ടെ, കള്ളന്മാരുടെ നടുവിലായിക്കോട്ടെ, പക്ഷേ ആമേ ദൈവത്തെ ആരാധിച്ച് കർത്താവിനെ പ്രസംഗിച്ച് കർത്താവിനെ ആരാധിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുന്ന പ്രിയരെ, ഇതിനകത്ത് കരമൊന്ന് കോർത്തുപിടിച്ച് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ നീ സമയം കണ്ടെത്തിയാൽ ചില ബന്ധനങ്ങൾ അഴിയാൻ പോകുക. ചില കെട്ടുകൾ ഇന്ന് രാത്രി പോട്ടും, ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയും. അല്ല, ചില പൈശാചിക വ്യാപാരത്തിന് വിട്ട് മാറും. നിന്നെ ബ്ലോക്ക് ചെയ്ത ചില ഭരണാധികാരികൾ ഇന്ന് രാത്രി ശതം വന്ന് വീഴും. ഹല്ലേലൂയ. നിന്നെ അടച്ചിട്ട ചില കവാടങ്ങൾ നിന്റെ മുന്നിൽ തനിയെ തുറക്കും. ആരാധിച്ച് ദൈവത്തെ മഹത്വം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മയിലേക്ക് ദൈവമക്കളും കടന്നുവാ. ഈ മീറ്റിംഗ് ഇങ്ങനെ ആയതുകൊണ്ട് മറ്റൊരു ദിശയിൽ എനിക്ക് ദൂത് പറയേണ്ടതുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. ആത്മാന്തരീക്ഷം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ കട്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവർ ആരാധിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ സംഭവിച്ചത് കാരാഗ്രഹത്തിന്റെ അടികൾ കുലുങ്ങി. നിന്നെ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വിടത്തില്ല. നിന്റെ ഭാവി ഇവിടെ കൊണ്ട് തീർന്നു. നിനക്കൊരു നന്മ കാണത്തില്ല. ഇനി ഇരുണ്ട അറയാണ് നിനക്കുള്ളത്. പരലോകം നീ കാണത്തില്ല. ഭാര്യയെ നീ കാണത്തില്ല. മക്കളെ നീ കാണത്തില്ല. സഹോദരങ്ങളെ കാണത്തില്ല. സുവിശേഷം പറയത്തില്ല. അഭിഷേകം ചെയ്യത്തില്ല. ആമേ കർത്താവിന്റെ വേലയിൽ നിന്നെ പ്രയോജനപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഓടിക്കി വെക്കുന്ന ചില ബന്ധനങ്ങളുണ്ടല്ലോ. ഇന്ന് രാത്രി കരം കോർത്ത് സമർപ്പിച്ച് ആരാധിക്കാമെങ്കിൽ ഇന്ന് രാത്രി അടിസ്ഥാന വിളകം ചില അടിസ്ഥാനങ്ങൾ ഇളകുകയാണ്. വർഷങ്ങൾ സഭയെ നിന്നെ ബന്ധിച്ചു വെച്ച് ചില അടിസ്ഥാനത്തെ പൊട്ടിച്ചതിന്റെ തെളിവ് ഇതിനകത്ത് ദൈവമക്കൾ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്നത്. ഇതിനകത്ത് കേരളക്കര അറിയുന്ന അഭിഷിക്തരും എഴുന്നേറ്റ സ്ഥലമാ സണ്ണിവർഗി സാർ, സൗമേൽ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേരളക്കര അറിയുന്ന ദൈവസഭ പ്രസ്ഥാനം അറിയുന്ന അഭിഷിക്തന്മാർ ഇറങ്ങിയ സ്ഥലമായത്. എന്താ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടു പോയത്? ഐക്യതയില്ലെന്ന് ബോധ്യമാണ്. ഇന്ന് രാത്രി വന്നെങ്കിൽ ഈ 4 കുടുംബങ്ങൾ പോലെ നമുക്കൊന്ന് ബോധ്യമാണെങ്കിൽ ഉള്ളവർ ഒന്ന് കരം കൊടുക്കാൻ മനസ്സിലാച്ചാൽ ഞാൻ പറയാം, ആ വഴി ദൈവസഭയിലേക്ക് ആത്മാക്കൾ വരേണ്ടതിന് തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം. ഇനി ആരാധിക്ക. ചില സ്വാതന്ത്ര്യം വരിക, സ്വാതന്ത്ര്യം വരിക, സ്വാതന്ത്ര്യം വരിക, സ്വാതന്ത്ര്യം വരിക. ദൈവം സ്വാതന്ത്ര്യം വരുത്തുന്നവനാണെന്ന്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറ് കാര്യമുണ്ട്. ഈ മെസ്സേജിന്റെ ഭാഗം മാറ്റി നിർത്തിയാ പറയുന്നത്.
ഞാൻ പലപ്പോഴും ചിന്തിക്കാറ് കാര്യമുണ്ട്, പലപ്പോഴും ചിന്തിക്കാറ് കാര്യമുണ്ട്. എന്നറിയാം, ഈ സഹോദരിമാരെല്ലാം കൈയടിക്കും, സ്വോത്രം പറയും, അവര് അന്യഭാഷ പറയും. സഹോദരന്മാർ ഈ സാധനം ചെയ്യത്തില്ല. എന്നാ സംഭവമാണെന്ന് ഇന്നലെ രാത്രി ചിന്തിച്ച് എനിക്ക് പിടിയിട്ടിട്ടില്ല. അവരുടെ മേൽ വ്യാപരിക്കുന്ന അതേ ആത്മാവാണ് നമ്മൾ വ്യാപരിക്കുന്നത്. അവര് പറയുന്ന സ്വർഗീയ ഭാഷ നമ്മളും പറയുന്നേ. പിന്നെ എന്തിനാ തമ്പാച്ച കൈ കെട്ടുന്നേ? പ്രൈസല്ലോ. എന്തിനാ സഹോദരന്മാരെ കൈ പൂട്ടി നിൽക്കുന്നേ? പ്രൈസല്ലോ. ഇപ്പം വന്ന് കാലം മാറി, കോലം മാറി. സഭയ്ക്ക് ആരാധന വന്നിട്ട് അവൻ മൊബൈൽ കാണുന്ന ഒരു കാലത്തിലേക്ക് ഹല്ലേലൂയ സഭാജനം മാറിപ്പോയി. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി കെട്ടഴിയാൻ ഒറ്റ മാർഗം, കരം കോർത്ത് പിടിച്ച് ആരാധിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ മതി. വേണ്ട ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, വേണ്ട ഒരു പാട്ട് പാടിയാൽ മതി. സ്വർഗ്ഗം ഇടപെടും. ദൈവം ഇടപെടും, ദൈവം ഇടപെടും. ദൈവം ഇടപെടണമെങ്കിൽ എന്നാ പറയുന്ന അവിടെ അടിസ്ഥാനം കാരാഗ്രഹം തുറക്കപ്പെട്ടു. താടാവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനത് ഭാഗം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടുപേരുടെ ഐക്യതയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ 3 പേരുടെ ഐക്യതയ്ക്കോ? സ്തോത്രം. ഇന്ന് രാത്രി വിഷയത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. കുറച്ചിറങ്ങി പോകാൻ ദൂതൊക്കെ നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റും, പക്ഷെ ഞാൻ അവിടെ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 16, 17, 18 എടുക്കണ്ട, അങ്ങനെ നിർത്തിക്കോ, സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവരെ നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല. അതുകൊണ്ട് ബിംബത്തെ നമസ്കരിക്കാത്തവർക്കുള്ള ശിക്ഷ എരിയുന്ന തീച്ചുള്ളിയിലിടുക. അതാണ് നിയമം. പ്രൈസ് ദി ലോർഡ്. അത് രാജാവ് കൊണ്ടുവന്ന കൽപ്പനയല്ല, ഇവർക്കെതിരെയുള്ള അസൂയയുള്ളവന്മാർ കൊണ്ടുവന്ന തീരുമാനമാണ്. രാജാവ് അതിന് ശരിവെച്ചു, രാജാവ് അതിന് ഒപ്പുവെച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൂരെ ഭൂമിയിൽ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാൻ, ആരാധിക്കാൻ ആ രാജ്യത്തിലെ മുഴുവനും വന്നു. എന്നാൽ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന 3 പേർ പോയില്ല. അതാ വേർപെട്ടവന്റെ ഗുണം, രക്ഷിക്കപ്പെട്ടവന്റെ ഗുണം, ദൈവത്തെ മാത്രം മുഖാമായി കാണുന്നവന്റെ ഗുണം. ആ കണ്ടെടുത്തൊന്നും പോകത്തില്ല, അവൻ ദൈവമുഖത്തു തന്നെ നോക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അവരാദ്യം പോയില്ല, വീണ്ടും അവസരം കൊടുത്തു. അവസരത്തിനും പോയില്ല. അവസരത്തിന് പോകാതെ വന്നപ്പോൾ നെബൂഖദ്നേസർ രാജാവിന് വാശി കൂടി, വൈരാഗ്യം കൂടി, ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മാരെ തീയിലിടാൻ. എങ്ങനെ? 7 മടങ്ങ് വർദ്ധിച്ച തീ. ഒരു സ്വതം പറഞ്ഞാട്ടെ, 7 മടങ്ങ് വർദ്ധിച്ച തീ അതിലേക്കിടാൻ തീരുമാനിച്ചു. ഇവരെ കൊണ്ടുപോയ മല്ലന്മാരുടെ ചരിത്രം, ബലശാലികളുടെ ചരിത്രം, അവര് അടുത്തു ചെല്ലും മുമ്പേ ആ തീയിൽ കത്തിച്ചാമ്പലായി, ചാരമായി കാറ്റവരെ പറപ്പിച്ചു കൊണ്ടുപോയി. എന്നാൽ എറിയപ്പെട്ട ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അതിനകത്ത് കിടന്നിട്ട് അവര് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്താ മഹത്വപ്പെടുത്താൻ കാരണമെന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, രാജാവിന്റെ മുഖത്ത് നോക്കി, അധികാരത്തിന്റെ മുഖത്ത് നോക്കി, തീക്കകത്തിടുവാൻ അധികാരമുള്ളവന്റെ മുഖം നോക്കി ഒരു മര്യാദയും കൂടാതെ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. 3 പേരുടെ തീരുമാനം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? 3 പേരുടെ തീരുമാനം. ഹല്ലേലൂയ. അഗ്നിയിൽ വീണു, പക്ഷെ രാജാവ് കെട്ടിയ കെട്ടുകൾ തീയിൽ കത്തിപ്പോയി. ഹല്ലേലൂയ. അടുത്ത സെക്കൻഡ് കണ്ടതോ, ഇവർ തീയിൽ നടക്കാൻ തുടങ്ങി. ഐക്യത. ശത്രു എത്രയധികം തീ നിനക്ക് നേരെ കൂട്ടിക്കോട്ടെ, ആയുധം പണിതോട്ടെ, പദ്ധതികൾ ഒരുക്കിക്കോട്ടെ, ആഭിചാരം ചെയ്തോട്ടെ, മന്ത്രവാദിയെ വിളിച്ചോട്ടെ, പക്ഷേ അതൊന്നും നിനക്ക് ഭവിക്കത്തില്ല. ഭവിക്കാതിരിക്കാൻ ഒറ്റ വഴി, 3 പേരുടെ ഐക്യത. മനസ്സിലായവർ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കുന്നേ. ദഹിച്ചവര് ദൂത് അംഗീകരിച്ചവർ, ഏറ്റെടുത്തത് വിട്ടുകളഞ്ഞവര് ആരാധിക്കാവൂ ഇന്ന് രാത്രി. അങ്ങനെ ആരാധിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കുഞ്ഞേ, നിന്നെ കെട്ടിയ കെട്ടിൽ നിന്നും നീ പുറത്തു വരാൻ പോകുകയാണ്. നിന്നെ ഇട്ട ബന്ധനങ്ങളിൽ നിന്നും നീ പുറത്തു വരാൻ പോകുകയാണ്. നിന്നെ ഇട്ട തീക്കകത്തു നിന്നും നീ പുറത്തു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അല്പസമയം ഒന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിച്ച്, അല്പസമയം കരമടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിച്ച്. അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് പരിഹാരം വരട്ടെ. വഴ കൊണ്ട്
വരുന്ന ആളാണോ? അല്ല, ദൈവജനം ശുശ്രൂഷിക്കാൻ വരുന്ന ആളാ. കൂടെ ഇരിക്കുന്ന ആൾ വഴക്കുണ്ടാക്കുമ്പോൾ എനിക്ക് സമയത്ത് വീട്ടിൽ പോകണം, അവനോട് നേരെ കൊമ്പ് കൊടുക്കാൻ പോകും. വഴക്കിന് വന്നവരല്ല, നമ്മൾ ഐക്യ ദൈവത്തെ സേവിക്കാൻ വന്നവര്. നീ ഒന്ന് പോയി വീട്ടിൽ പോയി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചേ. ഈ ആഴ്ച നിനക്ക് ഗുളിയെന്നവൻ അടുത്ത ആഴ്ച നിന്റെ നേരെ വരത്തില്ല. അത്ര ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. ദൈവത്തിന് ഉപദേശിയെന്നും വിശ്വാസിയെന്നും മുഖപക്ഷമൊന്നുമില്ല. അവനെല്ലാം അവന്റെ പുത്രന്മാരാണെങ്കിൽ, അവന്റെ മക്കളാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഇടപെടുന്നവനാ ദൈവം. സ്വോത്രം, 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 സ്വോത്രം. അതുകൊണ്ട് ദൈവമക്കൾ ശ്രദ്ധിക്കൂ. അവൻ ഇവിടെ പറയും, അവൻ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാന്, അവരുടെ നടുവിൽ, ആരുടെ നാമത്തിൽ? കർത്താവിന്റെ നാമത്തിൽ. എങ്ങനെ അങ്ങനെ നിങ്ങൾ പറഞ്ഞു, യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റക്കാരാക്കും. സ്വോത്രം. 2 പേരുടെ ഐക്യത നഷ്ടപ്പെട്ടാൽ 3 പേർക്ക് ഐക്യതയില്ലെങ്കിൽ ആരവിടെ വരുന്നില്ല. നിങ്ങൾ ആരും സെക്രട്ടറിമാരോട് വിടങ്ങരുത്. നമ്മുടെ ഒരു സഭയിലും ആരില്ല. ലൈവ് ഒന്നെങ്കിൽ നല്ല ബോധ്യമുണ്ട്. നമ്മുടെ ഒരു സഭയിലും ആരില്ല. പറയാ യേശു ഇല്ല. ഉണ്ടോ? സെക്രട്ടറിമാർ പറ, ദിവസം പറ. പ്രൈസല്ലോ ഉണ്ടോ? സഞ്ജീഷേ പറ, ഉണ്ടോ? ഇല്ല, എനിക്കറിയാമല്ലോ. ഐക്യത ഇല്ലടുത്ത് ആരും വരത്തില്ല. ഞാൻ ഈ ശുശ്രൂഷ എനിക്ക് എന്നാന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് നിർത്തുക. അത് ഞാൻ കട്ട് ചെയ്യാം. ബാക്കി വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ തരാം. സ്തോത്രം. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, അവൻ ഐക്യതയുള്ളവരുടെ നടുവിൽ ആരുണ്ട്? അവൻ അവരുടെ മധ്യമുണ്ട്. അത് കുലുങ്ങിപ്പോകത്തില്ല. ഐക്യതയുടെ നടുവിൽ യേശു ഉണ്ട്. ഇവിടെ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 4മതൊരുവനെ കാണുന്നു. രാജാവ് പറയാണ് ദൈവപുത്രനോട് സമം. ഈ പുള്ളി കണ്ടിട്ട് പോലും ഇല്ല. ഇവൻ പറയാണ് ദൈവപുത്രനോട് സമം. അങ്ങനെയെങ്കിൽ എന്താ അവൻ പറയാൻ കാണുന്നറിയാമോ? ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ ആരാധിക്കത്തില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നത് ഞങ്ങൾക്കുറപ്പാ. വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ആരാധിക്കത്തില്ല. തീരുമാനമെടുത്തവന് വേണ്ടി ഇറങ്ങി വന്നത് അവർ സേവിക്കുന്ന ദൈവമാണെന്ന് ബോധ്യമുള്ള പറയുക, 4മതൊരുവനെ കാണുന്നു. കരമടിച്ചു ദൈവത്തെ ഒന്നുകൂടെ സ്തുതിച്ചേ. ഇന്ന് രാത്രി യേശുവിന് നടുവിൽ വരാൻ പോവുക. യേശു നടുവിൽ വരാൻ പോവുകയാണ്. യേശു കൃത്യമായി നടുവിൽ വരും. ഞാൻ പറയട്ടെ, യേശുവിന്റെ സാമീപ്യം അറിഞ്ഞവനും യേശുവിന്റെ ശബ്ദം കേട്ടവനും അവന്റെ സ്പർശനം അറിഞ്ഞവനാ ഞാൻ. അതുകൊണ്ടാ പറയുന്നേ, ക്യാൻസർ രോഗിയായി മരണിക്കുവാൻ വേണ്ടി എന്റെ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് എല്ലാ വഴിയും അടഞ്ഞ് ആരും സഹായമില്ലാതിരിക്കുമ്പോ ഞാൻ അന്ന് കിടക്കയിൽ കിടന്ന് തീരുമാനം ഇങ്ങനെ എടുത്ത് പറഞ്ഞു, കർത്താവെ വിടുവിച്ചാൽ ഇന്നു മുതൽ നിനക്ക് വേണ്ടി ഞാൻ നിൽക്കും. എൻ്റെ വീട്ടിൽ ആരുമില്ല. ഞാൻ കിടക്കുന്ന കട്ടിൻ്റെ ഇടുകയിൽ ആരോ വന്നിരിക്കുന്ന ഒരു സാന്നിധ്യം ഞാൻ അറിഞ്ഞു. അല്പം നേരം കഴിഞ്ഞപ്പോൾ ആ കരം എൻ്റെ തോളിൽ മേൽ തട്ടി. ഇങ്ങനെ പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അന്ന് ബൈബിൾ അറിയാത്ത എനിക്ക് ഈ പദം ആരുടെന്നറിയില്ല. പിന്നെ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ കണ്ടു, സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്കന്ന് മനസ്സിലായി, ഇത് മറ്റാരും പറഞ്ഞതല്ല, നാഥനായ യേശു പറഞ്ഞതാണ്. കുഞ്ഞേ, യേശു നമ്മുടെ അരികിൽ ഇന്നും വരും കേട്ടോ. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം. സുവിശേഷം കേട്ട് സ്നാനപ്പെട്ട ആളല്ല ഞാൻ. ഹല്ലേലൂയ. 2 പേര് പറഞ്ഞ് സ്നാനപ്പെട്ടവനാണല്ല ഞാൻ. എന്നോട് കർത്താവ് നേരിട്ട് പറഞ്ഞു, ആമേ, സ്നാനപ്പേറ്റ് പാപങ്ങളെ കഴുകിക്കളയാ എന്ന് പറഞ്ഞ ശേഷമാ സ്നാനത്തിനിറങ്ങിയത്. ഹല്ലേലൂയ. ദൈവം ഇന്നും ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി നമ്മോട് ഇടപെടാതെ നമ്മുടെ ദൈവം ഇതിനകത്തുനിന്ന് പോകത്തില്ലെന്ന് ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രവചനദൂത് പോലെ ഇന്ന് രാത്രി ഞാൻ കൈമാറുന്നു. ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐക്യത നഷ്ടപ്പെട്ട സ്തോത്രം. ഐക്യത നഷ്ടപ്പെട്ടു. ഒന്നുകൂടെ മടങ്ങി വാ. 12 പേരുടെ ഐക്യത. അതിനൊന്നും എടുക്കണ്ട, വായിക്കാൻ സമയം പോകും. യേശുവിൻ്റെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുകയാണ്. എവിടേക്ക്? ഗദരദേശത്തേക്ക് യാത്ര ചെയ്ത് പോകുമ്പോൾ
സാവിച്ചാൽ ഉറങ്ങുകയാണോ? അല്ല. ഹല്ലേലൂയ, പ്രൈസ്. ഞാനിങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്, ആരെങ്കിലും ശ്രദ്ധ പിടിച്ചാൽ അപ്പോഴേ ഞാൻ വിളിക്കും. അങ്ങനെ പിണക്കമൊക്കെ ഉള്ള ആൾക്കാർ ഞാൻ മൈൻഡ് പോവുകയും ചെയ്യാറില്ല. സ്വോത്രം. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്യണ്ടേ? അപ്പം വിളിച്ച് കാര്യം പറഞ്ഞില്ലെങ്കിൽ മോശം, അതുകൊണ്ട് മുമ്പേ പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവര് 12 പേരുടെ യാത്ര ഇരിക്കുക ഗദരദേശത്തേക്ക്. യേശു ഇതിനകത്ത് ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ പറയുന്നത് യേശു അമരത്ത് തലയുടെ വെച്ച് ഉറങ്ങാണ്. സ്തോത്രം. അപ്പോൾ ഈ കാറ്റടിച്ച് തിരമാല പൊങ്ങി, വള്ളം ഇങ്ങനെ മുങ്ങാതിരിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ ശ്രമം പരാജയപ്പെട്ടു. സ്തോത്രം. നാട്ടിലെ വെള്ളവും കടലിലെ വെള്ളത്തിന് പ്രത്യേകതയുണ്ട്. വള്ളത്തിന് നാട്ടിലെ വെള്ളത്തിൻ്റെ പ്രത്യേകത കുഴിവാണ്. കടലിലെ വെള്ളത്തിന് കുഴിവുണ്ട്, പക്ഷേ അതിന് മേളിലൊരു പാളിയുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ ലെയറിനകത്തുനിന്ന് പൈപ്പ് ദ്വാരമിട്ടിട്ടിരിക്കുക കടലിലോട്ട്. ഇതിനകത്ത് കയറുന്ന വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. അച്ചാൻ്റെ വെള്ളത്തിൽ കയറുന്ന വെള്ളം അച്ചാൻ പറ്റിച്ചേ പറ്റൂ. സ്വത്രം. കടലിലെ വെള്ളത്തിൽ എത്ര വെള്ളം കയറിയാലും അച്ചാൻ പറ്റിക്കേണ്ട തന്നെ പൊക്കോളും. ബോട്ടിനകത്ത് ബോട്ട് ഓടുമ്പോൾ വെള്ളം പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ സിസ്റ്റം. പ്രൈസല്ലോ. അല്ലെങ്കിൽ അങ്ങനെ പോകുന്നൊരു പടകിനകത്ത് ഇവർക്ക് ബുദ്ധിമുട്ടായി ഇവർക്ക് ക്രമീകരിക്കാൻ പറ്റിയില്ല. വള്ളം മുങ്ങും, ജീവിതം നഷ്ടപ്പെടും എന്നുറപ്പായപ്പോൾ 12 പേരോട് ഒന്നിച്ച് തീരുമാനിച്ചു. ഒന്ന് കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഐക്യതയില്ലാതെ കുഞ്ഞെ ഒരു പ്രതികൂലവും നിന്നെ വിട്ടു പോകത്തില്ല. ആ പ്രതികൂലത്തിൽ നീ തകരാതിരിക്കണമെങ്കിൽ ഐക്യതയുടെ ആത്മാവ് അകത്തൊന്ന് വ്യാപരിക്കണം. ഒന്ന് കർത്താവിനെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഐക്യതയുടെ ആത്മാവ് അകത്തു വരാതെ വിടുതൽ വ്യാപരിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ. ഹല്ലേലൂയ. ഇവര് പറയുന്ന പദമുണ്ട്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ എന്ന പദം ഉപയോഗിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു ഉടനെ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കടലേ അടങ്ങ്, കാറ്റേ ശാന്തമാക്. അവന്റെ വാക്കിന്റെ മുൻപിൽ തിരമാലകൾ അമർന്നു താന്നു. അവന്റെ വാക്കിന്റെ മുൻപിൽ കാറ്റ് വരുന്നതേയില്ല. അല്ലെങ്കിൽ കടലിൽ ശാന്തതയുണ്ടായി. അവരാഗ്രഹിച്ച തുറമുഖത്ത് അവരെത്തിച്ചു എന്ന് തിരുവചനമേ പഠിപ്പിക്കുകയാണ്. പ്രിയരെ, ഇതിനകത്ത് മുങ്ങിപ്പോകാതിരിക്കാൻ ഒറ്റ വഴി, തകർന്നു പോകാതിരിക്കാൻ ഒറ്റ വഴി, മുങ്ങിച്ചാകാതിരിക്കാൻ ഒറ്റ വഴി, വന്ന പ്രതികൂലത്തിൽ നീ തകരാതിരിക്കാൻ ഒറ്റ വഴി, നഷ്ടപ്പെട്ട ഐക്യത ഐക്യപ്പെട്ടില്ലായിരുന്നെങ്കിലോ, തിരമാലകൾ നിന്നില്ലായിരുന്നെങ്കിലോ, കാറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലോ, 12 ശവങ്ങൾ ചുരുക്കമെന്ന് വചനം പറയുന്നു. നിങ്ങൾ അടിപ്പിക്കുന്നത് എനിക്കറിയാം. ചോദിച്ച മറുപടി പറഞ്ഞു. നിന്റെ പക്ഷത്ത് പറയാൻ തുടങ്ങി. എന്താ പറയുന്നറിയാമോ? ഇന്നാളത്തെ ആരാധനയുണ്ടാകാൻ പോകുകയാണ്. നാളത്തെ ആരാധനയിൽ ഒരു വലിയ മഹത്വം വെളിപ്പെടാൻ പോകുന്നതിൽ ആരാധനയിൽ രാജകർമ്മ കെട്ടിവെച്ച കോട്ട പാലും തേനും. ഇന്ന് രാത്രി അല്പസമയം ആ കരമടിച്ചു. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്തേ. എല്ലാവരും കോട്ട വീരൻ വരുവാൻ താമസമില്ലിനിയേറെ. ജയവീരൻ വെള്ളത്തിൽ നാം ഒരു ദുഗതി പൊർക്കളത്തിൽ ഒരു ദുഗതീരായി യേശുവിൻ നാമമതേന്തി.
തിരുമുൻപിൽ കണ്ണീരിൽ വിതച്ചിടിലാർപ്പോട് കൊയ്യോ കൊയ്യണം അവൻ തിരുമുൻപിൽ കോട്ട ീടുകിൽ ജയമെടുത്തിടാൻ ജയവീരൻ വരുവാൻ താമസമില്ലിനിയേറെ ജയമെടുത്തിയേറെ പോർക്കണത്തിൽ നാം ഒരു യുഗധീരരായി യേശുവിൻ നാമമതേന്തി സന്തോഷമൊടുവിൽ ഒരു യുഗധീരരായി യേശുവിൻ നാമമതേന്തി സംസാരിക്കുമ്പോൾ നിന്നോട് ചേരാൻ പോവുകയാണ്. ഒരു അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, അഭിഷേകത്തിന്റെ വലിയ ശക്തി വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി പകരപ്പെടട്ടെ. സഭയെ നിയമിക്കുന്നവർ, സഭയെ നിയന്ത്രിക്കുന്നവർ, സഭയുടെ ചുമതലയുള്ളവർ ആത്മാവിൽ ഇന്ന് രാത്രി വേദിരിയട്ടെ. പ്രിയരെ, ദൈവം നമ്മെ ചിലരെ അവന്റെ മേശയിലെ ശുശ്രൂഷക്കാരായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഗൈഡൻസ് ഞാൻ ബിനോയോട് പറയുന്നു.
നീ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളവനാണ്. ദൈവം ഇന്ന് രാത്രി നിന്നെ വേർതിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വേർതിരിക്കുകയാണ്. ചോദിച്ചാൽ ഏലിയാവ് പുതപ്പും കൊണ്ട് അവൻ ഇറങ്ങിച്ചെന്നപ്പോൾ അവൻ ഏലീശയുടെ പുറത്തടിച്ച പുതപ്പ് അവന്റെ കരങ്ങൾ വന്നതുപോലെ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം. Praise the Lord. ശക്തമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം, ഒരു ശുശ്രൂഷയുടെ നിന്നെ പ്രത്യേക തലത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിന് സമയമായി ആത്മാവ് നിന്നെ ഒരു പ്രത്യേക ഗൈഡൻസ് തന്ന് ഞാൻ അതിനെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവം വേദനിക്കുകയാണ്. ആത്മശക്തിക്കായി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ കരങ്ങളിലേക്ക് ഐക്യതയുടെ പകർച്ചയുള്ള ഒരു ശുശ്രൂഷ കൈമാറാൻ പോവുകയാണ്. നീ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൽ നിന്നുകൊണ്ട് നിന്റെ പിന്നാലെ അണിനിരക്കുന്ന ഒരു കൃപയുടെ കൂട്ടത്തെ വേർതിരിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി കുഞ്ഞേ നിന്റെ മേൽ ദൈവം പകരുക. പറയുന്നു, രാജ്യങ്ങൾ ഓടിച്ച് സ്വർഗം നിന്നെ നിർത്തി കാണിക്കുന്നൊരു വലിയ കാഴ്ച സ്വർഗം എന്നെ കാണിക്കുക. നീ സമയം വേർതിരിച്ചോണം. പരിശുദ്ധാത്മാവോട് പറഞ്ഞു, പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തിക്ക് പ്രത്യുപകരമായി നിന്നെ സ്ഥിതി മാറ്റി മാനിക്കുന്ന ഒരു കാലത്തിന്റെ സുവിശേഷം ഒരു ദൂത് ദൈവം നിന്നോട് കൈമാറുന്നു. ദൈവമൊന്നും മറക്കുന്നവനല്ല കേട്ടോ. എല്ലാം ദൈവത്തിന്റെ ഓർമ്മയിലുണ്ട്. എല്ലാം ദൈവത്തിന്റെ ഓർമ്മയിലുണ്ട്. എല്ലാം ദൈവത്തിന്റെ ഓർമ്മയിലുണ്ട്. നമ്മ കൂടെ നിന്നവർ നിന്ദിച്ചതും മാറ്റി നിർത്തിയതും ചവിട്ടിയതും എതിർ പറഞ്ഞതും ഹല്ലേലൂയ ഒരിക്കലും ആരും കൂടി വരാതെ ആരും അടുത്തു വരാതെ അകറ്റി നിർത്തിയതും ഒക്കെ ദൈവം അറിയുന്നു. അന്നും നീ എൻ്റെ നാമത്തിന് വേണ്ടി നിന്ന് ഒരു ദോഷവും വരുത്താതെ വണ്ണം നിന്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് എനിക്ക് നിന്നെ മാനിക്കാനുണ്ട്. പ്രൈസ് തുടങ്ങിയിട്ടേ ഉള്ളൂ ദൈവം. പ്രൈസലോ തലമുറയോർത്ത് ഒരു നിരാശയും വേണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അവനെ അയച്ച രാജ്യത്ത് നിർത്തി ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് മുമ്പേ പറഞ്ഞ ദൂത് പരിശുദ്ധാത്മ നിയോഗത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു. വേണ്ടതെല്ലാം ദൈവം അവിടെ കൊടുക്കും. പ്രൈസ് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കൂടെ സഞ്ചരിക്കാനുള്ളതും അവിടെ കൊടുക്കും. കൂട്ടുബന്ധവും അവിടെ കൊടുക്കും. പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു. ഇന്ന് രാത്രി പ്രിയരെ, സ്വർഗം നമ്മെ മറക്കുന്ന ദൈവമല്ല, അവൻ നമ്മെ ദൈവമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. വിശ്വസിച്ചാൽ യേശു പറഞ്ഞു, നീ ദൈവത്തെ കേൾപ്പിക്ക്, കരങ്ങളിലേക്ക് കേൾപ്പിക്ക. പറയാൻ ദൈവം എനിക്ക് നിയോഗം തരുന്നു. രാത്രി സമയം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു, കുഞ്ഞേ നീ വിശ്വസിക്ക, ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം സഹായിക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭൃത്യങ്ങൾ കർത്താവ് എല്ലാ വചനത്തിനായി നന്ദി നിർത്തോളം അവിടുന്ന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തന്നെ സഹായിക്ക് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ശ്രേഷ്ഠവാസന്മാരെയും ഒരു കുടുംബത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം സഹായിക്ക് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കർത്താവ് ഞങ്ങൾക്ക് മാത്രമല്ല ദേശം നിവാസികളും കർത്താവ് ഒരുപോലെ ആശ്വാസം വിടുതലുമായി തന്നെ സഹായിക്ക് പ്രാർത്ഥിക്കുന്നു. ഒരു കോടി കർത്താവ് ഈ ചർച്ചിലെ പ്രവർത്തനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം സഹായിക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദേശത്തെ കർത്താവ് ചർച്ചിനെ മാനിക്കണം സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നിർമ്മാണത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനം കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി ആമേൻ, സ്തോത്രം. ഇപ്പോൾ തമ്മാൻ മുന്നോട്ട് കടന്നു പോകുന്ന നന്ദി തിരുനാമം ഈ 29-ാം തീയതി മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇത്ര
യാത്ര ചെയ്തു വരുന്നതിനോട് ബന്ധപ്പെട്ടാണ് ഈ ദിവസം തന്നെ വെക്കുവാനിടയായത്. ഞങ്ങളുടെ റിക്വസ്റ്റ് കേട്ട് റൈസൻ പാസ്റ്റർ ആ കാര്യങ്ങൾ അംഗീകരിച്ച് ചർച്ച് ഗ്രോത്തിൻ്റെ ഡയറക്ടറുമായി വിഷയങ്ങൾ ഷെയർ ചെയ്ത് ഇന്ന് മീറ്റിംഗ് വെക്കുവാനിടയായി. ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി ബഹുമാന്യ അതിൻ്റെ ഡയറക്ടർ കാര്യങ്ങൾ ചെയ്യുവാനിടയായി. പ്രൈസലോടൊരു കാര്യം പറയുകയുണ്ടായല്ലോ. റീസൺ പാസ്റ്റർ പറഞ്ഞു,